നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു യുദ്ധവിജയത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ സകല രൂക്ഷതകളും പ്രകടിപ്പിച്ച് പാകിസ്ഥാനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്ന മനുഷ്യൻ രാജ്യത്തെ പ്രതിപക്ഷം മാധ്യമങ്ങൾ നടത്തിയ വേട്ടയാടലുകളെ അതിജീവിച്ച് റഫാൽ വാങ്ങി 40,000 കോടി മുടക്കി S-400 സ്ഥാപിച്ചു. അങ്ങനെ സൈനിക രംഗത്ത് വലിയ സന്നാഹങ്ങൾ മോദി ഒരുക്കി. പെഗാസസ് പോലും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പെഗാസസ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് രഹസ്യം ചോർത്തുന്നതെന്ന് പറഞ്ഞ് ഇവിടെ രാഹുൽ ഗാന്ധിയൊക്കെ നിലവിളിയായിരുന്നു. സുപ്രീം കോടതി ആ അടുത്തിടയ്ക്കാണ് പറഞ്ഞത് പെഗാസസ് ഒക്കെ ഉപയോഗിക്കാം, രഹസ്യങ്ങളൊക്കെ അറിയണം, സർക്കാരിന് അറിയണം എന്ന് പറഞ്ഞ് അതോടെ അത് തീർന്നു. ഏതായാലും ഇത്രയും വലിയ ആക്ഷേപങ്ങളൊക്കെ നേരിട്ട മോദിയെ അഭിനന്ദിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുണ്ട്. രാഷ്ട്രീയ രംഗത്തു നിന്ന് അങ്ങനെ ആരും വ്യക്തിപരമായി വന്നിട്ടില്ല. അപ്പോഴാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ മനോഹരമായ ഭാഷയിൽ ഹൃദയസ്പർശിയായ ഒരു കത്ത് നരേന്ദ്രമോദിക്ക് എഴുതിയിരിക്കുന്നത്. ആ കത്തിൽ ആദ്യം ഈ സൗദി അറേബ്യയിൽ നിന്ന് പെട്ടെന്ന് ഈ തിരിച്ചു വന്ന കാര്യവും ശരിക്കൊരു പ്രധാനമന്ത്രി, ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരാൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് പെട്ടെന്ന് മീറ്റിങ്ങുകൾ നടത്തിയത് അല്ലേ, എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കൂടിക്കാഴ്ചയൊക്കെ നടത്തി, അങ്ങനത്തെ അതൊക്കെ പറഞ്ഞിട്ട് 2 ഖണ്ഡികകൾ ഇതിൽ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ സനാതനധർമ്മവും ഈ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന 2 ഭാഗങ്ങളുണ്ട് ഇതിൽ. അതിൽ ഈ ദേവഗൗഡയും പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളത്? ഭയങ്കര സുഖത്തിലാണ്, സുഖിമാനായിരിക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രി. രാഷ്ട്രപതിക്ക് ഒരു പണിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇല്ലേ, ചുമ്മാ ഇരുന്നാൽ മതി എന്ന്, ഗവർണർക്ക് ഒരു പണിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ദേവഗൗഡ പറയാണ്, I know it is lonely at the top there, and I also know that without a spiritual sense, deep reflection and continuous prayer, it is not easy to find balance and equanimity of judgment. ഏറ്റവും മുകളിലിരിക്കുമ്പോൾ ഏകാഗിയായിരിക്കും, ഏകാന്തതയിലായിരിക്കും ഏറ്റവും മുകളിൽ. കാരണം എല്ലാവരെയും ഇങ്ങനെ ഒരേപോലെ കാണുന്ന ഒരു പൊസിഷനാണല്ലോ. ഈ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് മുകളിലിരുന്ന് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ആണത്. ശരിക്കും ദൈവത്തിനെ പോലെ എന്ന് പറയാം, ഒരു ദൈവമെങ്കിൽ ഒരു ദൈവത്തിനെ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ, ആ മുകളിലെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയത കൂടെ ഉണ്ടാകണം. അത് അങ്ങേക്കുണ്ട് എന്നാണ്. അങ്ങേക്കൊരു ആന്തരിക ധ്യാനവും ഒക്കെ ഉണ്ട്. അപ്പം നിരന്തര പ്രാർത്ഥനയുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇല്ലേ, ഇങ്ങനൊരു നിർണയം അത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. അപ്പം അങ്ങേക്ക് ഈ ഒരു ആന്തരിക ധ്യാനവും, വെറുതെ ഏകാന്തത്തിൽ പ്രധാനമന്ത്രിമാർക്ക് ഇരുന്നിട്ട് മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടാം ഇല്ലേ. അങ്ങനെ നമുക്ക് ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. പിന്നത്തെ പ്രധാനമന്ത്രിയുടെ കാലത്തും ഒക്കെ ഏകാന്തം എന്ന് പറയുന്നത് പുലർച്ചെ, അപ്പോൾ ഒരു താടി വളർത്തിയ ഒരു ബ്രഹ്മചാരി അകത്തേക്ക് കയറിപ്പോകുന്നതും ഒക്കെ പല ആളുകളും കണ്ടിട്ടുണ്ട്. പുലർച്ചെ 4 മണി സമയത്തൊക്കെ യോഗ പഠിപ്പിക്കാനും ഒക്കെ. അങ്ങനെ മറ്റേ പ്രധാനമന്ത്രിയും, ഈ അപ്പൻ പ്രധാനമന്ത്രിയും അങ്ങനെ മുറികളിൽ ഏകാന്ത ധ്യാനം വേറെ തരത്തിൽ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ. ഈ ദേവഗൗഡ കൃത്യമായി മോദിയെ പഠിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഏകാന്ത ധ്യാനം രാഷ്ട്രത്തിൻ്റെ ഭാവിയെപ്പറ്റിയും രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സ്വപ്നത്തിനെ പറ്റിയുമുള്ള ആന്തരിക ചോദനകളാണ് മോദിയിലുള്ളത്. അതാണ് ദേവഗൗഡ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിയായ നിർണയമുണ്ട്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണയുണ്ട്. അതാണ് തോൽക്കുന്ന യുദ്ധങ്ങൾക്ക് മോദിയില്ല, മറ്റേ മുൻ പ്രധാനമന്ത്രിമാരെ ആദ്യ പ്രധാനമന്ത്രിയെ പോലെ അല്ല എന്നുള്ളതാണ്. യു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് യു ഹാവ് ഇറ്റ് ഓൾ ഇൻ ഗുഡ് മെഷർ. ശരിയായ അളവിൽ ഇതൊക്കെയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ
കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അങ്ങ് തെളിയിച്ചു. അങ്ങേക്ക് ആ കഴിവുണ്ടെന്നും എനിക്കറിയാം എന്നുള്ളത് മുമ്പും അറിയാമെന്ന്. ഐ പ്രേ ദാറ്റ് ഗോഡ് ബി വിത്ത് യു, ദൈവം കൂടെ ഉണ്ടാകട്ടെ, ആൻഡ് വിത്ത് യുവർ ഗ്രേറ്റ് നേഷൻ ആസ് വി വേജ് ദിസ് വാർ ഓഫ് ധർമ്മ അഗൻസ്റ്റ് ദ അധർമ്മ ഓഫ് ടെററിസം. ആ ഭീകരത എന്ന് പറഞ്ഞ അധർമ്മത്തിനെതിരെ ഈ ധർമ്മയുദ്ധം അങ്ങ് നയിക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടാകട്ടെ, കൂടെ ഉണ്ടാകുന്നത് നമുക്കൊക്കെ അറിയാം. ഇന്ത്യ ഈസ് എ പീസ് ലവിങ് നേഷൻ ആൻഡ് ഹാസ് ഓൾവേസ് സ്പ്രെഡ് പോസിറ്റീവ് ലൈറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിന് നമ്മളെപ്പോഴും വെളിച്ചം പകർന്നിട്ടുണ്ട്. അത് പല ആളുകളും പറയാറുണ്ടല്ലോ, നാഗരികതയുടെ പിള്ളത്തൊട്ടിൽ ആണിതെന്ന് മാക്സ് മുള്ളർ എഴുതിയിട്ടുണ്ട്. നാഗരികതയുടെ പിള്ളത്തൊട്ടിലാണ് ഇന്ത്യ. ബട്ട് ഇഫ് സമ്മൺ സീസ് ഇറ്റ് ആസ് അവർ വീക്ക്നെസ്, നമ്മളെ ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് നമ്മുടെ ദൗർബല്യമാണെന്ന് ചിലർ കരുതുകയാണെങ്കിൽ, ദേ നൗ നോ വാട്ട് വി ആർ കേപ്പബിൾ ഓഫ്. അവർക്കിപ്പം മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാനെയും ഇന്ത്യയും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ആ ധർമ്മയുദ്ധം നയിക്കുന്ന, നമുക്ക് ആ ഭഗവത്ഗീതയുടെ പുസ്തകങ്ങളിലെ ചിത്രമൊക്കെ ഓർമ്മ വരിക. ആ രഥത്തിൽ നിൽക്കുന്ന അർജുനൻ്റെ ഒരു ചിത്രമാണ് ഈ ദേവഗൗഡ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരും. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, HD ദേവഗൗഡ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു കത്തെഴുതിയിട്ട് ഒന്നും കിട്ടാനില്ല. പക്ഷെ അതൊരു മര്യാദയാണ്. നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുമ്പോൾ, സന്നിഗ്ധാവസ്ഥയൊന്നുമില്ല, അത് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. വളരെ നമ്മൾ ഓരോരുത്തരെയും അഭിമാന വിജൃംഭിതരാക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ, രാജ്യത്തിൻ്റെ മംഗല മഹാശക്തി ഇങ്ങനെ തടകുടഞ്ഞെണീറ്റ് നിൽക്കുന്ന ഈ സമയത്ത് അതിൻ്റെ നായകനെ, ആ ശക്തിയിലേക്ക് ഭാരതത്തെ നയിക്കുന്ന മഹാനായ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കണമെന്ന് ഒരു മുൻ പ്രധാനമന്ത്രിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. മൻമോഹൻ സിംഗ് തോന്നിയില്ലല്ലോ. ഇല്ല, അതുമാത്രമല്ല, ഈ കർണാടകയിൽ നിന്നുള്ള വേറൊരാൾ ഡൽഹിയിൽ ഉണ്ടല്ലോ, ഈ ഖാർഗെ എന്ന് പറഞ്ഞ ഒരാൾ. ഇത് മുഴുവൻ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. 3-4 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ ഇവരുടെ തനിനിറം പുറത്തിറക്കും. അപ്പോൾ കർണാടകയിൽ നിന്ന് തന്നെ ഒരു വിവേകത്തിൻ്റെ ശബ്ദം ഇതിൻ്റെ കൂടെ വരികയാണ്. അല്ല, ഇന്ത്യക്ക് ഇന്ത്യ ആക്രമണം തിരിച്ചടിക്കാൻ തീരുമാനിച്ചല്ലോ, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലേക്ക് നമ്മൾ കയറി അടിച്ചു കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി, വേണുഗോപാൽ, ഖാർഗെയൊക്കെ നിൽക്കുന്ന ഒരു ചിത്രം കണ്ടു. മരണവീട്ടിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു അവരുടെ മുഖത്ത്. ആരുടെ മുഖത്തും സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിലൂടെ പാകിസ്ഥാനെ നമ്മൾ നിലംപരശാക്കി കഴിഞ്ഞാൽ മോദിക്കത് ഗുണം ചെയ്യുമല്ലോ എന്നുള്ള വിചാരമാണ് ഇപ്പോഴും അവരെ ഭരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ തോറ്റു പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതോടുകൂടി മോദി എന്നുള്ള വ്യക്തിയുടെ പ്രഭാവം അവസാനിക്കുമല്ലോ. ഈ ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന പോളിസി. സുനിൽ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ആ S-400 ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്കറിയാവുന്ന ഈ അദ്ദേഹത്തിൻ്റെ തന്നെ വിഷൻ്റെ ഭാഗമായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പം അറിയുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഈ രാജ്യങ്ങൾ അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഓരോ സ്ഥലത്തുമുള്ള ഈ വികാസങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ട്. അങ്ങനെയാണ് ഓരോന്നും ഇവിടെ വരുന്നത്. ഇന്ത്യ ഒരു ആയുധ ശക്തിയാണിപ്പോൾ, അതാണ് കാണുന്നത്. സത്യത്തിൽ നമുക്ക് ഈ ഇന്നലെ ഞാൻ രാത്രി ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ POK പിടിക്കാൻ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കരയുദ്ധത്തിൻ്റെ നിലയ്ക്കാണ് എങ്ങനെ അത് പിടിക്കാൻ കഴിയും, ടാങ്കുകളൊക്കെ അങ്ങോട്ട് പോകുന്നതും ഒക്കെ ആയിട്ടാണ് ഈ POK പിടിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇപ്പം നമ്മൾ കാണുന്ന ഈ വാർഫെയർ ഉണ്ടല്ലോ, ആകാശയുദ്ധം, ഇത് വെച്ചിട്ട് നമുക്കറിയാം POK പിടിക്കാൻ 1965 യുദ്ധം പോലെ ഒന്നും ആവശ്യമില്ല. ഒരാവശ്യമില്ല. മനുഷ്യന്റെ ആവശ്യം പോലും ഇല്ല. മനുഷ്യനില്ലാതെ ഏത് വിടുന്ന ആയുധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ കീഴടക്കാൻ പറ്റും. അതെ, നമുക്ക് ഇസ്ലാമാബാദ് തന്നെ പിടിച്ചിട്ട് ഇവിടെ ഒപ്പിട് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇത്രയും സ്ഥലം നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ തരുന്നു. സത്യം പറയട്ടെ, നമ്മൾ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ
ഹമാസ് ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന് കത്തിക്കുന്ന പോലെ അവരുടെ പ്രൊജക്ടൈൽസ് അയക്കുന്നു. അതിനെ ഇസ്രയേൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഡേവിഡ് സ്ലിങ്, ആരോ, പിന്നെ അയൺ ഡോം ഒക്കെ വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ, എന്നെങ്കിലും പാകിസ്ഥാനോ മറ്റേതെങ്കിലും രാജ്യമോ നമ്മളെ ഇതുപോലെ ആക്രമിച്ചാൽ നമുക്കിതുപോലെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ആ ദൃശ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെൻഷനല്ല, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ടെൻഷനാണ്. ഹമാസ് അയക്കുന്ന നൂറുകണക്കിന് പ്രൊജക്ടൈൽസിനെ, ഡ്രോണുകളെയും മിസൈലുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന, തകർക്കുന്ന ഇസ്രയേലിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് പറഞ്ഞത് നന്നായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകളിൽ കാണാം ഹമാസ് ആക്രമിച്ച മാതൃകയുണ്ടല്ലോ ഇസ്രയേലിൽ, അതേ മാതൃകയെ ആണ് അനുകരിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈ മിസൈലുകളും ഡ്രോണുകളും കൂട്ടത്തോടെ 50 ഡ്രോണുകൾ ഇന്നലെ വെടിവെച്ചിട്ടുണ്ട് ഒരുമിച്ച് വിടുമ്പോഴത്തേക്ക് അതിനെ പ്രതിരോധിക്കുന്ന മിസൈലുകൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് പിഴവ് പറ്റിയാൽ അത് വന്ന് ഹിറ്റ് ചെയ്യും. അതെ. അപ്പോൾ നേരത്തെ തന്നെ ഇതൊക്കെ നമ്മൾ മോദിയുടെ കാഴ്ചപ്പാടിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ അയൺ ഡോം എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയ രാജ്യത്തിന് പറ്റിയ ഒരു സിസ്റ്റമാണ്. മൊബൈൽ സിസ്റ്റം, ചെറിയ രാജ്യം ഇങ്ങനെ പോകുന്നത്. നമുക്ക് അതിനേക്കാൾ നല്ലത് ഇപ്പം നമ്മളൊരെണ്ണം ഖുഷ് എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതെ, S-400 തന്നെ ഗംഭീരമായിട്ട് ആ സംഗതി. അതെ, S-400 ചെയ്തു, നമ്മുടെ ആകാശ് ചെയ്തു, നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തു. ഇതെല്ലാം നമ്മുടെ എല്ലാം S-400 ഒരു ചേട്ടനാണ്, അതിൻ്റെ അനിയന്മാരൊരു നിര നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്വന്തം. അതെ. അപ്പോൾ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഈ കത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, നമ്മുടെ ഇതിഹാസങ്ങളിലുള്ള യുദ്ധ വർണ്ണനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഈ ധർമ്മചിന്തയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ രാമായണവും മഹാഭാരതവും. യുദ്ധരംഗത്ത് പോലും ധർമ്മചിന്തയാണ്. ആ ഇതിഹാസങ്ങളുടെയും സനാതനധർമ്മത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ യുദ്ധം നടക്കുന്നതെന്ന് നമുക്ക് തോന്നും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി അടിക്കാമായിരുന്നു. ഇന്നലെയും ആക്രമിച്ചപ്പോൾ നമുക്ക് ഈ ജയ്സാൽമീറും ഒക്കെ ആക്രമിച്ചല്ലോ, 1000 കിലോമീറ്റർ ദൂരത്തിൽ വിസ്തൃതിയിൽ അവരെ ആക്രമിച്ചപ്പോഴും നമുക്ക് കയറി അടിക്കാമായിരുന്നു. നമുക്കവിടെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലും ഒക്കെ കയറി അടിക്കാമായിരുന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ വിവേകത്തോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് കാണുന്നത്. അല്ലാതെ തന്നെ കീഴടങ്ങി കോളും പാകിസ്ഥാൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കയ്യിൽ 5 പൈസ ഇല്ലാതെ ഈ ദരിദ്രവാസിയുടെ ഹോളി ആണ് കൊണ്ടാടുന്നത്. ഇങ്ങോട്ട് സിന്ദൂരം ചോദിച്ചാണ് നമ്മൾ അങ്ങോട്ട് ഹോളി കൊടുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.